ഓഫീസ് റൂമിൻ്റെ ഈ ചുമരിൽ തൂക്കിയിരിക്കുന്ന ഈ ചിത്രങ്ങൾ നോക്കി എൻ്റെ ബാല്യകാലത്തെ സ്മരിച്ചുകൊണ്ട് ഏറെ നേരം ഞാൻ അവിടെ നിന്നു. കുട്ടിക്കാലത്തെ ഓർമ്മകൾ കൂടുതലും നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ ആദ്യമായി പഠിച്ച സ്കൂളിലാണ്. ഈ സ്കൂളിൽ നിന്നും വിരമിച്ച പ്രധാന അധ്യാപകരുടെ ചിത്രങ്ങളാണ് ഈ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സ്വന്തം കുട്ടികളെക്കാളേറെ സ്നേഹിച്ചും ശാസിച്ചും ശിക്ഷിച്ചും നേർവഴിയിലേക്ക് കൈപിടിച്ച് നടത്തിയ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർ. ഈ അധ്യാപകരുടെ ചിത്രത്തിനൊപ്പം സൂസൻ ടീച്ചറുടെ ചിത്രം കൂടി ചേർത്ത് വെക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നീണ്ട 35 വർഷത്തെ സേവനത്തിന് ശേഷം സൂസൻ ടീച്ചർ ഈ സ്കൂളിൻ്റെ പടിയിറങ്ങാൻ പോവുകയാണ്. സൂസൻ ടീച്ചറുടെ ഈ സ്കൂളിലെ തുടക്കകാലം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടായിരുന്നു. ആ കാലയളവിൽ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരിൽ അവസാനത്തെ കണ്ണിയാണ് സൂസൻ ടീച്ചർ. ഞാൻ പഠിച്ച ഈ സ്കൂളിൽ തന്നെ എൻ്റെ മക്കളും പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എൻ്റെ മക്കൾ പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഈ സ്കൂളിൽ തന്നെയാണ്. പല ആവശ്യങ്ങൾക്കായി പല സമയത്ത് ഞാൻ ഈ സ്കൂളിൽ വന്നപ്പോഴും ഒരു രക്ഷകർത്താവ് എന്ന നിലയിലായിരുന്നില്ല എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നത്. ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന സ്വാതന്ത്ര്യത്തോടു കൂടിയായിരുന്നു ഞാൻ ഇവിടത്തേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നത്. അതിന് കാരണം എന്നെ പഠിപ്പിച്ച അധ്യാപകർ ഈ സ്കൂളിൽ നിലനിന്നത് കൊണ്ടായിരുന്നു. എന്നാൽ ഇനി ഒരു പക്ഷേ മാനസികമായി അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. എളിയ ഒരു ആദരവിന് അർഹനായിട്ടാണ് ഇന്ന് ഞാൻ ഈ സ്കൂളിൽ എത്തിയിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിലാവ് 2025 എന്ന ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. കുട്ടികളുടെ വിവിധ ഇനം കലാപരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അതിവിടെ സംഘടിപ്പിച്ചത്. വളരെ വർണ്ണശലഭമായ കലാപരിപാടികളായിരുന്നു. വളരെ മനോഹരമായ സന്ദർഭമായിരുന്നു. ആ സന്ദർഭത്തെയെല്ലാം ഞങ്ങൾ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി എനിക്കും വിമൽ പടിഞ്ഞാറ്റക്കരയ്ക്കും ഒരു ആദരവ് നൽകാൻ സ്കൂൾ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വരവ്. ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളായ ഈ കൊച്ചു കുരുന്നുകളുടെ മുന്നിൽ വെച്ച് ഞാൻ സൂസൻ ടീച്ചറുടെ കയ്യിൽ നിന്നും സ്നേഹാദരവ് ഏറ്റുവാങ്ങി. അടുത്തതായിട്ട് നമ്മുടെ 3ാം ക്ലാസ്സിലെ നസീബിന്റെ വാപ്പി മുഹമ്മദ് അൻസാരി. എല്ലാരും ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് അൻസാരി വ്ലോഗ്സ്. നിങ്ങൾ ചെയ്ത നല്ല ഡാൻസുകളെല്ലാം വൈറലാക്കിയത് നമ്മുടെ നസീബിന്റെ വാപ്പിയാണ്, മുഹമ്മദ് അൻസാരി. പിന്നെ അവന്റെ ഇത്തുത്താമാരൊക്കെ ഇവിടെ പഠിച്ചതാ ഇല്ലയാ. അപ്പോ ശ്രീ മുഹമ്മദ് അൻസാരി ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. സൂസമ്മ ടീച്ചർ പഠിപ്പിച്ച കുട്ടി കൂടിയാണ്. അപ്പോ സ്നേഹാദരവ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ HMനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലയളവിൽ ഇങ്ങനെയൊരു അംഗീകാരം വാങ്ങിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എല്ലാത്തിനും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ നന്ദി പ്രകാശനം ഒരു വ്യത്യസ്തമായ രീതിയിലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് നന്ദി പ്രകാശിപ്പിക്കുന്നത്. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകമായി ഞാൻ നന്ദി അറിയിക്കുന്നു.